ഒരിക്കൽ കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു കാട്ടുപെണ്ണിനെ കിട്ടുന്നു. അതിനെ പിടിച്ചുകൊണ്ട് വന്ന ശേഷം ഒരു അറയ്ക്കകത്തിട്ട് ഓരോ ദിവസം ഉപയോഗിക്കാനും പീഡിപ്പിക്കാനും തുടങ്ങുന്നു. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2011 റിലീസ് ചെയ്ത ദ വുമൺ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ സിനിമയുടെ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ കാട്ടിൽ ജീവിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ അവളുടെ മുറിവുകളൊക്കെ കഴുകിയ ശേഷം ഒരു ഗുഹയിലേക്ക് ചെന്നായ കൊല്ലാൻ വേണ്ടി കയറുന്നതായിരുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവൾ കാണുന്നത് വെച്ചാൽ ചെന്നായ ഒരു കുഞ്ഞിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ തൽക്കാലം അവിടെ കിടന്നങ്ങ് ഉറങ്ങും. പിന്നീടാണ് നമ്മുടെ സിറ്റി താമസിക്കുന്ന പെഗി ക്ലിക്ക് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കാണിക്കുന്നത്. അവളാണെങ്കിൽ എല്ലാവരും പാർട്ടി ആഘോഷിക്കുന്ന സമയത്ത് മാറിയിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവളുടെ അമ്മയായിട്ടുള്ള ബെല്ലയാണെങ്കിൽ അവളുടെ തന്നെ ഏറ്റവും ഇളയ അനിയത്തിയായിട്ടുള്ള ഡാർലിനെ അവിടെ പിള്ളേരുമായിട്ട് അടിപിടി കൂടിയും വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ സമയത്ത് പെഗിയുടെ അച്ഛനായിട്ടുള്ള ക്രിസ് ആണെങ്കിൽ അവൻ്റെ തന്നെ ക്ലയൻറ്റിനോട് കുറേ പേപ്പർ വർക്കിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അവനാണെങ്കിൽ പാവപ്പെട്ട ആളുകളെയൊക്കെ സഹായിക്കുന്ന ഒരു നല്ല ലോയർ ആയിരുന്നു. പിന്നീടാണ് പെഗിയുടെ അനിയനായിട്ടുള്ള ബ്രയനെ കാണിക്കുന്നത്. അവനാണെങ്കിൽ കുറേ ആമ്പിളാർ ചേർന്ന ഒരു കൊച്ചു പെൺകുട്ടീനെ ബുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. കുറേയേറെ നോക്കിയിരിക്കുന്നല്ലാതെ അവനാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നീട് ഇവർ ഫാമിലിയായിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങും. പെഗി ആണെങ്കിൽ ഫുൾ ടൈം സൈലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ക്രിസ് രാവിലെ തന്നെ ഹണ്ടിങ്ങിന് വേണ്ടി പോകും. അവൻ ഒരുപാട് നേരം നിന്നിട്ടും ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനമാണ് അവിടെ ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ കാണുന്നത്. ഇവനാണെങ്കിൽ കുറേ നേരം അവളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നീട് വീട്ടിൽ വന്ന ക്രിസ് ആണെങ്കിൽ അന്ന് രാത്രി തന്നെ അവിടുത്തെ ഒരു അറയൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കും. പിറ്റേ ദിവസം രാവിലെ തന്നെ ക്രിസ് ആണെങ്കിൽ നേരെ കാട്ടിലോട്ട് പോയിട്ട് ഫിഷിങ്ങിൻ്റെ നെറ്റ് ഉപയോഗിച്ച് കാട്ടുപെണ്ണിനെ പിടിക്കും. ഇതേസമയം ക്ലാസ് ഇരുന്ന പെഗി ആണെങ്കിൽ അവളുടെ ടീച്ചറായിട്ടുള്ള മിസ് റാട്ടനോട് ക്ലാസ്സിൽ നിന്ന് ടോയ്ലറ്റിലോട്ട് പൊക്കോട്ടെ എന്ന് പറയാൻ ഇറങ്ങിപ്പോവും. പിന്നീട് ക്ലാസ് എല്ലാം കഴിയുമ്പോഴത്തേക്കും ബാഗ് എടുക്കാൻ മാത്രമായിരുന്നു അവൾ വന്നത്. ടീച്ചറാണെങ്കിൽ ഇതൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇതേസമയം പറയാനാണെങ്കിൽ ക്ലാസ്സിന് ഒരു പെൺകുട്ടിയോട് ബാസ്ക്കറ്റ് ബോളിൽ തോറ്റേണ്ട ദേഷ്യത്തിരിക്കുമായിരുന്നു. പിന്നീട് അവനാണെങ്കിൽ അവൻ്റെ വായിരിക്കുന്ന ബബിൾക്കും എടുത്തിട്ട് അവളെ ചീപ്പി കൊണ്ടുവെക്കും. ആ പെൺകുട്ടി വന്ന് മുടിച്ച് കന്നിട്ട് സോ ആയിട്ടും അത് കൊടുക്കും. അവളാണെങ്കിൽ എത്ര ശ്രമിച്ചും വരാതിരിക്കുമ്പോഴത്തേക്കും ബ്രയാൻ ചെന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ വലിക്കുന്നതനുസരിച്ച് അവൾക്ക് വേദന മാത്രമേ ഉണ്ടാകുന്നുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും അവൻ ട്രൈ ചെയ്തില്ല എന്നോർത്ത് അവൾ അവനോട് താങ്ക്സ് പറയും. അത് കഴിയുമ്പോഴത്തേക്കും അവൾ ഒരു വിധത്തിൽ ചീപ്പിട്ട് നോക്കുമ്പോഴാണ് അത് ബബിൾക്ക് ഒട്ടിച്ച് വെച്ചേക്കുന്നത് കാണുന്നത്. ഇതേസമയം വീട്ടിൽ ക്രിസ് ആയിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്ന ശേഷം കേബിൾ ഉപയോഗിച്ച് അവളെ കെട്ടിയിടും. അത് കഴിഞ്ഞ് അവൻ അവളുടെ ബോഡിയൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി വായുടെ അവിടെ വരുമ്പോഴാണ് അവൾക്ക് ബോധം വന്നിട്ട് ഇവൻ്റെ വിരൽ കടിച്ചു കയറിച്ച ശേഷം ചവച്ചിറക്കുന്നത്. ദേഷ്യം വന്ന ക്രിസ് ആണെങ്കിൽ അവൾക്ക് അടിച്ചിട്ട് നേരെ പോയി മുറിവെല്ലാം കഴിഞ്ഞിട്ട് പെയിൻ റിലീവർ എടുക്കും. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നവനാണെങ്കിൽ ഒരു തടിക്കഷ്ണം അവളുടെ പിന്നിലായിട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യും. അങ്ങനെ അതിൻ്റെ ആ ശബ്ദം കൊണ്ട് അവളുടെ ഒരു ചെവിയുടെ കേൾവി അങ്ങ് അടിച്ചു പോകും. പിന്നീടാണ് ഇവനാണെങ്കിൽ ഇവനെ മുഴുവൻ ഫാമിലിയും വിളിച്ചുകൊണ്ട് വന്ന് ഇവളെ കാണിച്ചു കൊടുക്കുന്നത്. ബെല്ലയാണെങ്കിൽ പോലും ഒരു പെൺകുട്ടീനെ അവളുടെ ഇഷ്ടത്തിനെതിരായിട്ട് ഇങ്ങനെ പൂട്ടിയിടുന്നതിനെ എതിർ. എന്നാൽ ബ്രയ മാത്രം അവൻ്റെ അച്ഛൻ ഈ ചെയ്യുന്നതൊക്കെ കണ്ട് നല്ല എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുമായിരുന്നു. ഉടനെ തന്നെ ക്രിസ് ആണെങ്കിൽ ബ്രയാനോട് പറയും ഇവളെ നമുക്ക് സിവിലൈസ് ചെയ്ത് സെറ്റാക്കി എടുക്കാമെന്ന്. പിന്നീട് ക്രിസ് ആണെങ്കിൽ ബെല്ലയോട് ഈ പെൺകുട്ടിക്ക് എടുക്കാൻ ഫുഡും അതുപോലെ തന്നെ പെഗ്ഗിയോട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തുകൊണ്ട് വരാൻ പറയും. അവരെല്ലാം പോയി കഴിയുമ്പോഴാണ് ഇവൻ നൈസായിട്ട് ബ്രയനോട് പറയുന്നത് ഈ പെണ്ണാണെങ്കിൽ എവിടെയും പോകാതെ ഇവൻ ശ്രദ്ധിച്ചോണമെന്ന്. പിന്നീട് ഇവർ ഫുഡ് കൊടുക്കാൻ നേരത്തെ പെൺകുട്ടിയാണെങ്കിൽ ദേഹത്തോടെ തട്ടിക്കളയും. അത് കാണുമ്പോഴത്തേക്കും ക്രിസ് ആണെങ്കിൽ നിലത്ത് പോയ ഫുഡാണെങ്കിൽ നീക്കി അവളുടെ അടുത്തേക്ക് വെക്കും. പിന്നീട് എല്ലാവരും ഡിന്നറിന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ക്രിസ് ഫാമിലിയിലെ എല്ലാവരോടും പറയും ഈ പ്രൊജക്റ്റ് ആണെങ്കിൽ വെളിയിൽ പറയാതെ രഹസ്യമായിട്ട് വെക്കണമെന്ന്. ഇതേ സമയത്ത് ഡാർലൈൻ ആണെങ്കിൽ അവളുടെ റേഡിയോ എടുത്തുകൊണ്ട് അറയുടെ മുകളിൽ കൊണ്ടുവന്ന് പാട്ട് വെക്കാൻ വേണ്ടി തുടങ്ങും. ഈ പാട്ട് വെക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ പതിയെ പാട്ടൊക്കെ ആസ്വദിച്ച ശേഷം താഴെ കിടക്കുന്ന ഫുഡിലേക്കൊന്ന് നോക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്ന പെഗ്ഗി ആണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ്. അന്നേരമാണ് ക്രിസ് അങ്ങോട്ട് വന്ന് ഇവളോട് എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നും ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. എന്നാൽ അവളാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ മുഖത്തൊന്നും നോക്കുന്നില്ലായിരുന്നു. മറ്റൊരു സൈഡിലേക്ക് നോക്കി അൺകംഫർട്ടബിൾ ആയിട്ടിരിക്കും. ഇതേ സമയത്ത് ബെല്ല വന്ന് ഇവർ തമ്മിൽ എന്നെ സംസാരിക്കുന്നതിനെ കേട്ടോണ്ടിരിക്കും. അതിന് ക്രിസ് ആണെങ്കിൽ അവളോട് ഗുഡ് നൈറ്റും പറഞ്ഞ ഒരു ഉമ്മയും കൊടുത്ത ശേഷം തിരിയുമ്പോഴാണ് പെട്ടെന്ന് ഭാര്യ നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഇവർ കിടക്കാൻ വരാൻ നേരത്താണ് ബെല്ല ഇവനോട് ചോദിക്കുന്നത് ശരിക്കും പെൺകുട്ടിനെ കെട്ടിയിരുന്നു അഴിച്ചു വിട്ടാൽ പോരെയെന്ന്. ക്രിസ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവൾക്കിട്ട് കയറി തല്ലും. പിറ്റേ ദിവസം പെഗ്ഗി ആണെങ്കിൽ വലിയ ബാഗി പാൻറ്റൊക്കെ കിട്ടാനാണ് സ്കൂളിൽ പോകേണ്ടിരുന്നത്. അതുപോലെ തന്നെ പിടിയുടെ കൂട്ടുകാർ കളിക്കാൻ വിളിക്കുമ്പം ഇവൾ ഇറങ്ങാതെ തന്നെ അവിടെ ഇരിക്കും. പകരം അവളാണെങ്കിൽ അവിടെ കിടന്ന് കരയാൻ വേണ്ടി തുടങ്ങും. ഇതെല്ലാം അവളുടെ ടീച്ചറാണെങ്കിൽ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഇവളുടെ ഈ മാറ്റത്തിൽ എന്തൊക്കെയോ സംശയം ഉണ്ടായിരുന്നു. ബ്രയാനാണെങ്കിൽ ഇതേ സമയം വീട്ടിൽ കിടക്കുന്ന ആ പെൺകുട്ടിയെ പറ്റി ഓർത്ത് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ പെൺകുട്ടിയാണെങ്കിൽ ഈ സമയം വിശപ്പ് സഹിക്കാൻ പറ്റാതെ പതിയെ ആ നിലത്ത് കിടക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ വൈകുന്നേരം പെഗ്ഗിനെ ആണെങ്കിൽ ക്രിസ് സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടി വരും. തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് ക്രിസ് ബ്രയാനോട് പട്ടികൾക്ക് പോയി തീറ്റ കൊടുത്ത് കുളിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മളെയാണെങ്കിൽ ബ്രയാൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു തരുന്നത്. അവനാണെങ്കിൽ ഹൈ പ്രഷറുള്ള പമ്പാണെങ്കിൽ അവൻ്റെ പെറ്റുകൾക്ക് നേരെ ചിരിച്ചുകൊണ്ടിരിക്കും. കാരണം അവന് മറ്റുള്ളവരുടെ വേദന ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അത് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നിട്ടാണ് അവിടെയുള്ള പട്ടിയുടെ കാഷ്ടത്തിൽ ചവിട്ടി തലയും തല്ലി വീഴുന്നതും. പിന്നീട് അവൻ ചെല്ലുന്നതെന്ന് വെച്ചാൽ ആ അറയിൽ ചെന്നിട്ട് ആ പെണ്ണിനെ കാണാൻ വേണ്ടി ഒരു ഹോൾ ഉണ്ടാക്കി വെക്കും. അതാണെങ്കിൽ ബാക്കിയുള്ളവർ കണ്ടുപിടിക്കാതിരിക്കാൻ ബബിൾ കമ്പ് ചൊട്ടിച്ചും വെക്കും. ഇതേസമയം പെഗ്ഗിയാണെങ്കിൽ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം അവളുടെ ടീച്ചറിനാണെങ്കിൽ ഇവൾ പ്രഗ്നൻ്റ് ആണോ സംശയം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ ടീച്ചർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വീട്ടിലേക്ക് വരുവാണെങ്കിൽ ക്രിസ് ആണെങ്കിൽ അവൻ്റെ ഭാര്യയോട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി പറയും മറ്റേ പെൺകുട്ടിയെ കുളിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ക്രിസ് ആണെങ്കിൽ ആ ചൂടുവെള്ളത്തിൽ അവളെ ഓരോ തേച്ച് കുളിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് ബെല്ലിക്ക് സഹിക്കുന്നില്ലായിരുന്നു. അവളാണെങ്കിൽ ക്രിസിനെ തല്ലാൻ വരുന്ന പോലെ അവിടെ നിന്ന് ഒരു വിറകുമ്പ് എടുത്ത് പുറകിൽ നിന്ന് വരും. പക്ഷേ അടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും അവളുടെ മനസ്സ് മാറിയിട്ട് അവളവിടെ ഒരു സ്ക്രൂ
ലൂസായി കിടക്കുന്നത് കാണിച്ചു കൊടുക്കും. അത് ടൈറ്റ് ആക്കിയില്ല ഈ പെൺകുട്ടി ഓടിപ്പോകുന്നു പറയും. പിന്നീടാണ് ക്രിസ് ആണെങ്കിൽ ആ പെൺകുട്ടിനെ വെളിയിലിറങ്ങി കുളിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അവൻ ആ പെൺകുട്ടിയെ വെളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട ശേഷം ബെല്ലിയോടും പെഗ്ഗിയോടും അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഇതേ സമയത്ത് ആ പെൺകുട്ടിയാണെങ്കിൽ പെഗ്ഗിയുടെ വയറ്റിലോട്ട് നോക്കിയിട്ട് എന്തൊക്കെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. കാരണം അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. ക്രിസ് ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഹൈ പ്രഷർ പമ്പിൽ നിന്നുള്ള വെള്ളം അവളുടെ ദേഹത്തോട്ട് ചീറ്റിച്ചുകൊണ്ടിരിക്കും. അവളാണെങ്കിൽ വേദന കാരണം കരഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ കാണുന്ന പെഗ്ഗിക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് അവളുടെ അച്ഛനോട് ഇത് നിർത്താൻ വേണ്ടി പറയും. അവരിതൊന്നും ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് പെഗ്ഗി തന്നെ ഓടിപ്പോയിട്ട് ആ മോട്ടർ ഓഫാക്കുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയാണെങ്കിൽ പെഗ്ഗിയുടെ വായിന് കേട്ട പ്ലീസ് എന്നുള്ള വാക്ക് പഠിച്ചിട്ട് അത് വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങും. ഇത് കാണുന്ന ക്രിസ് അത്ഭുതത്തോടു കൂടി നിൽക്കും. അവൾ എന്തൊക്കെയോ പഠിച്ചല്ലോ എന്ന് ഓർത്ത്. പിന്നീട് അവനാണെങ്കിൽ വീണ്ടും ആ പെൺകുട്ടിയെ കൊണ്ടുപോയി കെട്ടിയിടും. അത് കഴിഞ്ഞ് അവളുടെ മുറിവുകളെല്ലാം ക്ലീൻ ചെയ്ത ശേഷം ബെല്ലി അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു കുപ്പായം അവൾക്ക് കൊടുക്കും. പിന്നീട് അവനാണെങ്കിൽ അവൾക്ക് ഫുഡും കൂടെ കൊടുക്കാൻ തുടങ്ങും. അവളാണെങ്കിൽ ഇതെല്ലാം വിശപ്പോട് കൂടി കഴിക്കുമ്പോഴത്തേക്കിനെ കരയാൻ വേണ്ടി തുടങ്ങും. അന്ന് വൈകുന്നേരമാണെങ്കിൽ പെഗ്ഗിയുടെ ടീച്ചർ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി നോക്കും. പക്ഷേ പെഗ്ഗിയായിരുന്നു അത് എടുത്തത്. അതുകൊണ്ട് തന്നെ അവളത് കട്ടാക്കി വിടും. പിന്നീട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കും ക്രിസ് ആണെങ്കിൽ പതിയെ അവിടെ നിന്നിട്ട് വെളിയിലേക്ക് പോകും. പക്ഷേ ബെല്ലിയും ബ്രയാനൊക്കെ രാത്രി ഉണർന്ന് തന്നെ കിടക്കുമായിരുന്നു. അവൻ നേരെ പോകുന്നത് ആറയിലേക്കായിരുന്നു. ബ്രയാനാണെങ്കിൽ അവൻ്റെ അച്ഛനെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ക്രിസ് ആണെങ്കിൽ ആറയിലേക്ക് വന്ന ശേഷം ആ പെൺകുട്ടീനെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങും. ബ്രയാനാണെങ്കിൽ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. പിന്നീട് ക്രിസ് എല്ലാத்தைയും സാറ്റിസ്ഫൈ കണ്ടുപിടിച്ച് തിരിച്ചു വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ബ്രയാനും അവിടെ നിന്ന് ഓടിച്ചെന്ന് കട്ടിലേക്ക് കിടക്കും. ക്രിസ് ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ വന്ന് ഭാര്യയുടെ കൂട്ടത്തിലും കിടക്കും. പിറ്റേ ദിവസം പെഗ്ഗി ആണെങ്കിൽ അവൾക്ക് വയ്യെന്ന് പറഞ്ഞ് സ്കൂളിൽ പോകാതിരിക്കും. സ്കൂളിൽ വെച്ച് പെഗ്ഗിയുടെ ടീച്ചറാണെങ്കിൽ അവൾ വരാതെയും കൂടി ഇരിക്കുമ്പോഴത്തേക്കും ഉറപ്പിക്കും അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. അന്നേരം അവലെയാണ് ബ്രയാനാണെങ്കിൽ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കാണുമ്പോഴേക്കും നൈസായിട്ട് ആറിലേക്ക് എന്നിട്ട് അവിടുന്ന് സ്ക്രൂ ഡ്രൈവറും എല്ലാം എടുത്തിട്ട് ആ പെൺകുട്ടിയുടെ നെഞ്ചത്തെ തൊലിയെല്ലാം കൂടെ കട്ടിംപ്ലയർ ഉപയോഗിച്ച് പിരിച്ചെടുക്കുന്നത്. അവളാണെങ്കിൽ വേദന കാരണം അവിടെ കിടന്ന് കരയാൻ വേണ്ടി തുടങ്ങും. ഈ കരച്ചിലൂടെ പെഗ്ഗി ആണെങ്കിൽ ഓടിച്ചെല്ലുമ്പോഴത്തേക്കും ബ്രയാൻ്റെ ഈ ക്രൂരതയായിരുന്നു കാണുന്നത്. ഉടനെ തന്നെ ബ്രയാനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ട ശേഷം ഇവളാണെങ്കിൽ ആ പെൺകുട്ടീനെ ഡ്രസ്സെല്ലാം തിരിച്ചിടിപ്പിക്കും. പിന്നീട് ഇവൾ ആ പെൺകുട്ടിയോട് സോറി പറയുമ്പോഴാണ് ആ പെൺകുട്ടി മാക്സിമം ഇവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നീട് പെഗ്ഗി ആണെങ്കിൽ അവളുടെ അമ്മയോട് വന്നിട്ട് ബ്രയാൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറയും. പിന്നീട് ക്രിസ് വരുമ്പോഴാണെങ്കിൽ ബെല്ല അവൻ ചെയ്ത ക്രൂരതകളൊക്കെ പറയും. എന്നാൽ ക്രിസ് ആണെങ്കിൽ അവനെ വഴക്ക് പറയുന്നതിന് പകരം സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഈ പ്രായത്തിൽ സ്വാഭാവികമാണെന്നും അവനിങ്ങനെ തോന്നലുകളൊക്കെ ഉണ്ടാകാമെന്നും പറയും. ഇത് കേൾക്കുന്ന ബെല്ലയ്ക്കാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. ബെല്ല എല്ലാം കൊണ്ടും മതിയായതുകൊണ്ട് തന്നെ പതിയെ അവൾ ഈ വീട്ടിൽ നിന്ന് മക്കളുമായിട്ട് പോകാമെന്ന് പറയും. അതുപോലെ തന്നെ പോകുമ്പോൾ ബ്രയാനെ കൊണ്ടുപോകത്തില്ലെന്നും ബ്രയാൻ പഠിക്കേണ്ട കുറുതകളെല്ലാം അവൻ്റെ അച്ഛൻ ഇന്ന് പഠിച്ചിട്ടുണ്ടെന്നും പറയും. ഇത് കേട്ട് ഇഷ്ടപ്പെടാതെ ക്രിസ് ആണെങ്കിൽ അവിടെ വെച്ച് അവളെ അടിച്ച് ബോധം കെടുത്തിയിടും. അന്നേരമാണ് ഇവരുടെ വീട്ടിലേക്ക് ആരോ കോളിംഗ് ബെല്ലടിക്കുന്നത്. ഉടനെ തന്നെ ബ്രയാനും ക്രിസും കൂടെ ബോധം കെട്ട് കിടക്കുന്ന ബെല്ലേനെ എടുത്ത് ആ കസേരയിലോട്ട് ഇരുത്തും. പെഗ്ഗിയാണെങ്കിൽ ചെന്ന് കഥകും തുറക്കും. അതാണെങ്കിൽ ഇവളെ ടീച്ചറായിട്ടുള്ള മിസ് റാട്ടനായിരുന്നു. ഇവൾ മാക്സിമം ടീച്ചറിനെ അവിടെ നിന്ന് ഓടിച്ചു വിടാൻ വേണ്ടി നോക്കും. പക്ഷേ ടീച്ചറാണെങ്കിൽ എല്ലാ സത്യങ്ങളും പറയാൻ വേണ്ടി അകത്തോട്ട് കയറി വരും. അതിനകത്തേക്ക് വന്ന ടീച്ചറാണെങ്കിൽ ക്രിസിനെ പരിചയപ്പെട്ട ശേഷം അവൾ ആദ്യം തന്നെ പെഗ്ഗി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം പറയും. ഇത് കേട്ട ക്രിസിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവൻ പറയും ഇവൾക്കാണെങ്കിൽ ബോയ് ഫ്രണ്ട് ഒന്നുമില്ലല്ലോ. അപ്പോഴത്തേക്കിന് ഈ ടീച്ചർ പറഞ്ഞു വരുന്നത് ഇവനോ അല്ലെങ്കിൽ ബ്രയാനുമാണ് ആ ഗർഭത്തിന് ഉത്തരവാദി എന്നല്ലേന്ന് ചോദിക്കും. ഇങ്ങനെ ഒരു സംസാരം കേട്ട ടീച്ചറാണെങ്കിൽ ശരിക്കും ഷോക്കാകും. പിന്നീട് അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം അത് കാണുമ്പോഴത്തേക്കും അവൾ അവിടെ നിന്ന് പതി ഇറങ്ങാൻ വേണ്ടി തുടങ്ങും. അന്നേരമാണ് ക്രിസ് അവളെ അടിച്ച് ബോധം കെടുത്തിയിട്ട് ബ്രയാനോട് ഒരു കയർ എടുത്തുകൊണ്ട് വരാൻ പറയുന്നത്. പിന്നീട് ഇവരാണെങ്കിൽ ആ കയർ കെട്ടി അവളെ വലിച്ചുകൊണ്ട് പോകും. പെഗ്ഗിയാണെങ്കിൽ ടീച്ചറെ വെറുതെ വിടാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവന്മാർ രണ്ടും ഇത് കേൾക്കത്തില്ല. അങ്ങനെ പെഗ്ഗിയാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നിട്ട് ആറയുടെ താക്കോൽ എടുത്തുകൊണ്ട് പോകും. ഇതേസമയം ബ്രയാനാണെങ്കിൽ ടീച്ചറെ കൊണ്ട് ഫാം ഹൗസിൽ ചെന്ന ശേഷം അവിടെ ഇട്ട് തല്ലിക്കൊണ്ടിരിക്കും. അതെല്ലാം കഴിഞ്ഞ് ക്രിസ് ആണെങ്കിൽ അവളെ വലിച്ചഴിച്ചുകൊണ്ട് പട്ടിക്കൂട്ടിലേക്ക് കൊണ്ടിടും. ആ ടീച്ചറാണെങ്കിൽ പട്ടിയുടെ അടുത്ത് നല്ല രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു പെൺകുട്ടി വന്ന് ആ ടീച്ചറെ ആക്രമിക്കുന്നത്. അവളായിരുന്നു ക്രിസിൻ്റെയും ബെല്ലയുടെയും ആരും അറിയാതെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സോക്കറ്റ് എന്ന് പേരുള്ള മൂന്നാമത്തെ കൊച്ച്. അവൾക്ക് ചെറുപ്പത്തിൽ ഒരു അസുഖമുള്ളതുകൊണ്ട് ഇവരാണെങ്കിൽ മൃഗത്തിൻ്റെ രീതിയിലായിരുന്നു അവളെ വളർത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവളാണെങ്കിൽ ആ ടീച്ചറിനെ ആക്രമിച്ച് കൊല്ലുന്നത് ബ്രയാനും ക്രിസും കൂടെ സന്തോഷത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കും. എന്നാൽ ഇതേസമയം പെഗ്ഗിയാണെങ്കിൽ താക്കോലുമായിട്ട് ചെന്നിട്ട് ആ കാട്ടിൽ നിന്ന് പിടിച്ച പെൺകുട്ടിയെ റിലീസ് ചെയ്ത് വിടും. വെളിയിലേക്ക് ഇറങ്ങിയ പെൺകുട്ടിയാണെങ്കിൽ ആദ്യം കാണുന്ന ബെല്ലനെയായിരുന്നു. അവളെ നേരെ ചെന്ന് ബെല്ലനെ ആക്രമിച്ച ശേഷം അവളുടെ മുഖത്തിൻ്റെ പകുതിയും കടിച്ചെടുത്ത ശേഷം ബെല്ലയുടെ ബോഡി എടുത്ത് ദൂരേക്ക് എറിയും. പിന്നീട് അവളാണെങ്കിൽ അവിടെ നിന്ന് ഒരു ബ്ലേഡ് എടുത്ത് നേരെ ആ ഫാമിലേക്ക് എന്ന ശേഷം ബ്രയാനെ ആദ്യം തന്നെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവനെ പലതവണ കുത്തിയ ശേഷം 5-6 പീസാക്കി ഇടും. ക്രിസ് ആണെങ്കിൽ ഇതേ സമയത്ത് അവളെ വെടിവെച്ചിടാൻ വേണ്ടി ഓടിപ്പോയി തോക്കന്വേഷിക്കാൻ വേണ്ടി തുടങ്ങും. പക്ഷേ അതിന് മുന്നേ ഇവൾ ക്രിസിനെ കയറി ആക്രമിച്ച ശേഷം അവനെ ഒരുപാട് തവണ കുത്തിയിട്ട് അവൻ്റെ ഹൃദയം പറിച്ചെടുക്കും. പിന്നീട് ഇവൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് സോക്കറ്റ് ഇവളുടെ അടുത്തോട്ട് വരുന്നത്. ഉടനെ ഇവളാണെങ്കിൽ ക്രിസിൻ്റെ ഹൃദയം ആ സോക്കറ്റിന് കഴിക്കാൻ വേണ്ടി കൊടുക്കും. പിന്നീട് ഇവൾ ആ വീടിൻ്റെ അടുത്തോട്ട് നടക്കുമ്പോഴാണ് ഡാർലിൻ വന്നിട്ട് അവൾക്ക് ഒരു കുപ്പി വെള്ളം കൊടുക്കുന്നത്. ഇവളാണെങ്കിൽ അതെല്ലാം കുടിച്ച ശേഷം ഡാർലിനെ ആണെങ്കിൽ ആ ചോരയുടെ ടേസ്റ്റ് അറിയിക്കാൻ വേണ്ടി നോക്കും. ഡാർലി ആണെങ്കിൽ അത് രുചിക്കുകയും ചെയ്യും. പിന്നീട് ഇവൾ പെഗ്ഗിക്ക് അതിൻ്റെ ടേസ്റ്റ് രുചിക്കാൻ വേണ്ടി കൊടുക്കും. പെഗ്ഗി ആണെങ്കിൽ അത് ചെയ്യാതെ നിൽക്കുമ്പോഴാണ് അവളുടെ വയറ്റിൽ തൊട്ടിട്ട് അവളുടെ കൊച്ചിനെ പറ്റി ഇവൾ പറയുന്നത്. പിന്നീട് അവളാണെങ്കിൽ ഡാർലിനെയും സോക്കറ്റിനെയും കൊണ്ട് ദൂരേക്ക് പോകും. പെഗ്ഗി ആണെങ്കിൽ ആദ്യം ഇത് നോക്കി നിൽക്കുമെങ്കിലും പിന്നീട് പെഗ്ഗി അവരുടെ കൂട്ടത്തിൽ തന്നെ കാട്ടിലേക്ക് പോകും. അതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കും.